എടാ നാണപ്പ, എന്താടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകുമല്ലോ. എടോ പറയുന്നത് വേറൊന്നുമല്ല, ലോകം മുഴുവൻ നമ്മുടെ നാടിന്റെ ആരോഗ്യ സംവിധാനത്തെ പ്രകീർത്തിക്കുകയാണോ. ഞാനങ്ങ് ഉഗാണ്ടയിൽ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അവർക്ക് ഈ നാട്ടിൽ ജനിക്കാൻ കഴിയാതെ പോയല്ലോ എന്നവർ പറയുകയാണ്. കാരണം ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളെ കണ്ടപ്പോൾ അവർക്ക് എന്താ പറയാൻ, എന്തു പറയാനടാ, ഇതുപോലെ എവിടെയെങ്കിലും കിട്ടുമോ? ലോകത്തെവിടെ ലോകം അസൂയയോടെ നമ്മുടെ നാടിനേക്ക് നോക്കുന്നു. അഭിമാനം തന്നെടാ. ആ അഭിമാനം കൊണ്ട്, ആ അഭിമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നേതാവ് ധൃതി കാണിക്കുന്നതോ? അതേടാ, എനിക്ക് ധൃതിയുണ്ട് നാണപ്പ. എന്തിനാണെന്നോ? ധൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അതെ എനിക്ക് പൈൽസിന്റെ ലേശം അസ്കതയുള്ള കാര്യം നിനക്കറിയാലോ. അതെ, അത് ചികിത്സിക്കാൻ അമേരിക്കയിലോട്ട് പോകണോ. കൂടെ ആ ഭാര്യയും വരുന്നുണ്ട്. അവക്ക് ഇത്തിരി പല്ലുവേദനയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതെ ബൂർഷ രാജ്യം തന്നെ. ഇത് അവിടെ പോകുന്ന എന്തിനാണ്? അവിടുത്തെ ഒരു സായിപ്പിന്റെ അവസരം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സായിപ്പ് ചികിത്സിക്കാൻ വരുമ്പോൾ അവന് ബെഡ് കിട്ടരുത്. നമുക്ക് തിരിച്ചവന്നിട്ട് ഒരു പണി കൊടുക്കണ്ടേടാ. ഇവിടെ ഞാൻ ചികിത്സിക്കാൻ പോയാൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ആളുകൾക്ക് ചികിത്സിക്കാൻ വരുമ്പോൾ അവിടെ ഒരാളിനെ അവസരം നഷ്ടപ്പെടുത്തുകയാണ്. എടാ, ഞാൻ ജനകീയനായ നേതാവായി പോയില്ലേ, എനിക്ക് ജനങ്ങളുടെ ക്ഷേമമല്ലേ വലുത്. അതെ, ജനക്ഷേമത്തിന് വേണ്ടി ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. അവന്മാരെ ഒതുക്കുക എന്നുള്ളതല്ലേടാ നമ്മുടെ ലക്ഷ്യം. അതെ, എന്നും ജനകീയൻ തന്നെയാണ്.